ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ നമ്മൾ കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പ് നമ്മൾ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, കരിയാതെ നോക്കണം കേട്ടോ. അപ്പം അങ്ങനെ തന്നെ നമ്മൾ ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് ഇതാ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ നമുക്ക് ഒരു 5-8 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ നമുക്കിത് ചെറുള്ളിയും പിന്നെ നമ്മുടെ ഒരു സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വയ്ക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്കിത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറുള്ളിയൊക്കെ നന്നായിട്ട് ഇതാ മൂത്തിടാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം വലിപ്പമുള്ള തക്കാളി 3 എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് നല്ല വെന്ത് വരും കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട ശേഷം നമുക്കിത് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് അപ്പം അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമുക്കിത് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാശ്മീരി നമുക്ക് കളർ നല്ല കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് ചേർക്കാം. ഞാനിപ്പോൾ ഇതാ കാശ്മീരി മുളക് നല്ലതായിട്ട് ചേർത്തത്. അപ്പം നമ്മൾ ചേർത്ത മുളക് അത്യാവശ്യം എരിയുള്ള മുളകാണ് കേട്ടോ. നമ്മളിതാ ഒരു 5-6 മുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് നമുക്ക് തിളച്ച് കൊടുക്കേണ്ടിരിക്കാം കേട്ടോ. ചെറു തീയിലിട്ടിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടങ്ങിയ രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഉള്ളിയും തക്കാളി നന്നായിട്ട് വഴറ്റി വരുന്നുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നല്ല ഉടങ്ങി പരുവത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ചൂടായ ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ചട്നിക്കുള്ളത് നമ്മൾ വഴറ്റിയെടുത്തൊക്കെ നന്നായിട്ട് ചൂടാറി വന്നപ്പോൾ നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. പിന്നെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടലിലെ ചട്നികൾക്കൊക്കെ ഈ ഒരു മല്ലിത്തല കൂട്ടാറുണ്ട്. അപ്പോൾ ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിതാ ചെറിയൊരു കഷ്ണം മല്ലിത്തല കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം മല്ലിത്തല കൂട്ടണമെന്നില്ല. അപ്പോൾ നമ്മളെ ചട്നിയുടെ കളറാകെ മാറിപ്പോകുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം നമ്മൾ മല്ലിയില കൂട്ടിയ ശേഷം നമ്മളത് വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ തക്കാളി ചട്നി റെഡിയായി വന്നിട്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂട് ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ചട്നിയാണ് കേട്ടോ. ഇഡലിയുടെ കൂടെയൊക്കെ നമുക്ക് അമ്പലങ്ങളിലൊക്കെ കിട്ടുമല്ലോ ഇഡ്ഡലിയും ചട്നിയൊക്കെ, തക്കാളി ചട്നിയൊക്കെ. ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്ക്. പിന്നെ ഹോട്ടലിൽ കിട്ടും ചട്നിയൊക്കെ.